And although he's not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിത് ഇൻകം ടാക്സിൽ അസസ്മെൻറ്റ് ചെയ്യുക 22-23 കുറച്ച് വീഡിയോസാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് പാർട്ടായ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇൻകം ടാക്സ്, ആദ്യം എന്താണ് ടാക്സ്, അതിൽ ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡ്സ് ഓഫ് ഇൻകം എന്തൊക്കെയാണ്, പിന്നെ ഇൻകം ടാക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമുക്ക് ജനറൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ നോക്കാം. ടാക്സ് എന്താണെന്നാണ് ആദ്യം പറയുന്നത്. ടാക്സ് ഇസ് എ കമ്പൽസറി കളക്ഷൻ ഓഫ് മണി ബൈ എൻ അതോറിറ്റി ഫ്രം പീപ്പിൾ ടു ബി യൂസ് ഫോർ ദ കോമൺ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ഒന്നാമത്തെ, ഇറ്റ് ഈസ് എ കമ്പൽസറി കളക്ഷൻ ഓഫ് മണി. കമ്പൽസറി ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. ആരാ കളക്ട് ചെയ്യുന്നത്? ബൈ എൻ അതോറിറ്റി, ഒരു അതോറിറ്റി. ഈ അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന അതോറിറ്റി, ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, സെൻട്രൽ ഗവൺമെന്റ് ആവാം. ഇപ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി കളക്ട് ചെയ്യുന്ന ഒരു കമ്പൽസറി കളക്ഷൻ ഓഫ് മണിയാണിത്. ഫ്രം പീപ്പിൾ, ആരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന? ആൾക്കാരുടെ കയ്യിൽ നിന്ന്. ടു ബി യൂസ് ഫോർ ദ കോമൺ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഒരു കോമൺ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത് നോർമലി. ഇപ്പോൾ ഇൻകം ടാക്സിന്റെ കേസിലാണെങ്കിൽ ഇൻകം ടാക്സ് ഗവേൺ ചെയ്യുന്ന ഇൻകം ടാക്സ് ആക്ട് 1961. അതിന് ശേഷം ഓരോ വർഷം നമുക്ക് ഫിനാൻസ് ആക്ട് വരും. പിന്നെ ഇൻകം ടാക്സിന്റെ റൂൾസ് ഉണ്ട് 1962. ഈ കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇൻകം ടാക്സ് ഗവേൺ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ടാക്സ് എന്താണെന്ന് പറഞ്ഞു. ടാക്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറയും. ഇപ്പോൾ ടാക്സിന്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞത് തന്നെ, ഇറ്റ് ഈസ് എ കമ്പൽസറി പേയ്മെന്റ്. ഒരു കമ്പൽസറി പേയ്മെന്റ് ആണ്. അപ്പോൾ ആ കമ്പൽസറി പേയ്മെന്റ് ഇല്ലെങ്കിൽ ഗവൺമെന്റ് അതിന് പണിഷ്മെന്റ് തരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. നോൺ പേയ്മെന്റ് ഓഫ് വിച്ച് ഈസ് എ പണിഷബിൾ ഒഫൻസ്. അപ്പം അത് കമ്പൽസറി പേയ്മെന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് പറയാം, ഇൻകം ടാക്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നോർമലി പറയുന്നത് ദർ ഇസ് നോ ഡയറക്റ്റ് ക്വിഡ് പ്രോക്കോ എന്ന് പറയും. ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. നമ്മൾ ഇൻകം ടാക്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ കിട്ടുന്നുണ്ട് അല്ലേ. നമുക്ക് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി ആ ഫണ്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഡയറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ടാക്സ് അടിച്ചുകൊണ്ട് ഡയറക്റ്റ് എനിക്ക് ഇന്നൊരു സർവീസ് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. ഡയറക്റ്റ് ക്വിഡ് പ്രോക്കോ ഇല്ല ഇൻകം ടാക്സിന്റെ കേസിൽ. അതൊരു ഇൻഡയറക്റ്റ് സർവീസിന് ഉള്ള ഒരു പേയ്മെന്റ് ആണ്. ഇപ്പം നമ്മളൊരു ഫീസ് അടക്കുമെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ നമുക്ക് കിട്ടുന്ന സർവീസ് എന്താണ്? നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം അതുപോലെ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നില്ല, പക്ഷെ അതിലൊരു ക്വിഡ് പ്രോക്കോ, സംതിങ് ഇൻ റിട്ടേൺ ഉണ്ട്. ഇനി നമുക്ക് പറയാം, ഈ ഇൻകം ടാക്സിന്റെ കേസിലാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് എങ്ങനെയാണ്, ഏത് മോഡിൽ പേയ്മെന്റ് നടത്തണം, എന്താണ് റേറ്റ് ഓഫ് ടാക്സ്, എപ്പോൾ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ടൈം ടു ടൈം നമ്മളെ അപ്ഡേറ്റ് ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതാണ് നോർമലി നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ടാക്സ് ആണ് മെയിൻലി വരുന്നത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, പിന്നെ ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. നോർമലി നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനാണ് പേ ചെയ്യുന്നത്. CBDT എന്ന് പറഞ്ഞ ഒരു അതോറിറ്റി ത്രൂ ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി CBDT, നമ്മുടെ ഇൻകത്തിന്റെ മേലെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, CBDTയിലേക്ക് പേയ്മെന്റ് നടത്തുന്നു അല്ലേ. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ആക്ച്വലി GST അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത് GST പേ ചെയ്യേണ്ടത് ഷോപ്പ് കീപ്പേഴ്സ് ആണ്. പക്ഷേ അതിൻ്റെ ആക്ച്വലി നമ്മൾ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്നാണ് അല്ലേ. ആക്ച്വൽ പേ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ്, പക്ഷെ കസ്റ്റമർ ഡയറക്റ്റ്ലി അതോറിറ്റിക്ക് പേ ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിൽ ഷോപ്പ് കീപ്പർ എന്ന് പറഞ്ഞൊരു ഇന്റർമീഡിയറി ഉണ്ട്. ആ ബിസിനസ്മാൻ ആണ് ആക്ച്വലി അത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. ഇപ്പം ഇതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഡയറക്ട്ലി പേ ടു ദ അതോറിറ്റി അല്ലേ. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി നമ്മൾ അതോറിറ്റിയിലേക്ക് പേ ചെയ്യുകയാണ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അത് ഇൻഡയറക്ട്ലി പേ ചെയ്യുന്നത്, നമ്മൾ ഡയറക്ട്ലി പേ ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരാളുണ്ട്, അയാളാണ് അത് പേ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പറയാന്ന് വെച്ചാൽ ഇമ്പാക്ട്, ഇമ്മീഡിയറ്റ് ബേർഡൻ ആൻഡ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ബേർഡൻ ഓഫ് ടാക്സ് ഓൺ ദ സെയിം പേഴ്സൺ. ഡയറക്റ്റ് ടാക്സിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിന്റെ മേലെ ടാക്സ് അടക്കേണ്ടത് ഞാനാണ്. ഇമ്മീഡിയറ്റ് ബേർഡൻ എൻ്റെ കയ്യിലാണ്, ഞാനാണ് അടക്കേണ്ട ആള്. അതിന്റെ അൾട്ടിമേറ്റ് ബേർഡൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരുടെ കയ്യിൽ നിന്ന് ആ പൈസ പോകുന്നത്, അതും എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അപ്പൊ രണ്ടും സെയിം പേഴ്സൺ ആണ്. ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് സെയിം പേഴ്സൺ ആണ്. ഇനിയിപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ ഫോർ എക്സാമ്പിൾ GSTയുടെ കേസിലാണെങ്കിൽ ഇമ്മീഡിയറ്റ് ബേർഡൻ എന്ന് വെച്ചാൽ അടക്കേണ്ട ആൾ ഷോപ്പ് കീപ്പറാണ്.
അപ്പോൾ അടച്ചില്ലെങ്കിൽ ഫൈനൊക്കെ വരുന്ന അയാളുടെ പേരിലായിരിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ബേർഡൻ വരുന്നത് അയാളുടെ പേരിലാണ്. പക്ഷെ അത് ആക്ച്വലി ആരുടെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത്? അയാൾ ആ ടാക്സ് എമൗണ്ട് പ്രൊഡക്റ്റിന് മേലെ ആഡ് ചെയ്തിട്ട് ആ ടാക്സ് എമൗണ്ട് ആരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന? കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസിഡൻസ് വരുന്നത് അനദർ പേഴ്സണായ കസ്റ്റമറിൻ്റെ കയ്യിലാണ്. ഇനി ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഇൻ്റർമീഡിയറി ഇല്ല, നമ്മൾ ഡയറക്റ്റ്ലി അടക്കുവാണ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിലാണെങ്കിൽ ആരാണോ ടാക്സ് പേ ചെയ്യുന്നത് അയാൾ ജസ്റ്റ് ഇൻ്റർമീഡിയറി മാത്രമാണ്, ശരിക്കും ടാക്സ് വരുന്ന കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ആണ് GST എന്ന് പറയുന്നത്. നമ്മൾ ഇൻകം ടാക്സിൽ ഇൻകം എന്നുള്ള ഒരു ടേം ഉണ്ടല്ലോ, അപ്പോൾ ആ ടേമിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ഇറ്റ് മസ്റ്റ് ബി ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. ഇൻകം എന്ന് പറയുന്ന ഒരു ഡെഫിനിറ്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കണം. നമ്മളൊരു ഇന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ന ഒരു ആക്ടിവിറ്റി കൊണ്ട് ഡെറൈവ് ചെയ്ത ഇൻകം ആണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അതുകൊണ്ടുണ്ടായ ഒരു ഔട്ട്കം ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അപ്പോൾ ഈ സോഴ്സസിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻകത്തിനെ പലതായിട്ട് ഡിവൈഡ് ഒക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫ്രം ഔട്ട്സൈഡ്, നമുക്ക് പുറത്തുനിന്ന് കിട്ടിയതായിരിക്കണം. ഇപ്പോൾ ഒരു പേഴ്സൺ സ്വന്തം വീട്ടിൽ ബിസിനസ് ചെയ്യുന്നു, അപ്പോൾ അതിനു വേണ്ടി സ്വന്തം വീട്ടിൽ ആ ബിസിനസ്സിൻ്റെ റെൻറ്റ് കൊടുക്കുന്നതായിട്ട് കാണിച്ചു, അത് റെൻ്റൽ ഇൻകമായി കാണിച്ചു, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് കിട്ടിയ ഇൻകം ആയിരിക്കണം. ഒരാൾക്ക് ഒരാളിൽ നിന്ന് തന്നെ ഇൻകം ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഇല്ലീഗൽ ഇൻകം ഈസ് ഓൾസോ ഇൻകം. ഇല്ലീഗൽ ഇൻകം ആണെങ്കിലും അത് ഇൻകം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. എവിടെ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാലും അത് ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലീഗൽ ഇൻകം ആയാലും ഇല്ലീഗൽ ഇൻകം ആയാലും അത് ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ഇൻകം മസ്റ്റ് ബി ഇൻ ക്യാഷ് ആൻഡ് ഇൻ കൈൻഡ്. ക്യാഷ് തന്നെ ആവണമെന്നില്ല, കൈൻഡ് സാധനങ്ങളായിട്ടുള്ളതിന് നമ്മൾ ഇൻകം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും, അതിൻ്റെ മേലെ നമ്മൾ ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ടെമ്പററി ഓർ പെർമനൻറ്റ് ഇൻകം. ഇൻകം എന്ന് പറയുന്നത് ടെമ്പററി ആവാം അല്ലെങ്കിൽ പെർമനൻ്റ് ആയി. ഇപ്പോൾ ഒരാൾക്ക് സാലറി എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കിട്ടുന്നതാണ്, ഒരു പെർമനൻറ്റ് ഇൻകം ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഒരാൾക്ക് ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് ഒരു ടെമ്പററി കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമുള്ള. അങ്ങനെ ഏത് ആയിക്കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഉണ്ടാവണമെന്നില്ല ഇൻകത്തിൻ്റെ കേസിൽ. എങ്ങനെ ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാലും അത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും, ടാക്സബിൾ ആക്കുകയും ചെയ്യും. നെക്സ്റ്റ്, നമുക്ക് ഇൻകത്തിനെ പല ഹെഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഓരോ ഹെഡ് ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 5 ഗ്രൂപ്പ്സ് ഓഫ് ഇൻകം ആണ് ഇരിക്കുന്നത്, 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ, ഇൻകം ഫ്രം സാലറി. സെക്കൻഡ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. തേർഡ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ക്യാപിറ്റൽ ഗെയിൻ. ഫിഫ്ത്ത് വൺ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇതിൽ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നതിൽ നമ്മൾ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ ഇൻകവും ട്രാൻസാക്ഷൻ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻകം ഫ്രം സാലറിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റെൻ്റൽ ഇൻകം ആണ്. നമ്മളൊരു ബിൽഡിംഗ് റെൻറ്റിന് കൊടുത്ത് അതിൽ നിന്ന് റെൻറ്റ് റിസീവ് ചെയ്യുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്നും പ്രൊഫഷനിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗെയിൻ. ഇപ്പോൾ ഒരു ലാൻഡ് വാങ്ങിച്ചു, അത് പിന്നെ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് പ്രോഫിറ്റ് ആയിട്ട് വരത്തില്ലേ, അല്ല ഗെയിൻ ആയിട്ട് വരത്തില്ലേ, അതാണ് ക്യാപിറ്റൽ ഗെയിനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊന്നും വരാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഇൻകം ടാക്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് പഠിക്കാം. അതിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് SSC ആണ്. അപ്പോൾ SSC എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 7ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. SSC എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഇസ് ലയബിൾ ടു പേ ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഒരാൾ, ടാക്സോ അല്ലെങ്കിൽ എനി അതർ സം ഓഫ് മണി കൊടുക്കേണ്ട ഒരാളെയാണ് നമ്മൾ SSC എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി ഒരാൾ ടാക്സബിൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അയാൾക്ക് ടാക്സബിൾ ലിമിറ്റിൻ്റെ മേലെ ഇൻകം ഉണ്ടാകുമ്പോഴാണ് അല്ലേ. ഇപ്പോൾ കറണ്ട് ടാക്സബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 lakhs ആണ്. ഇപ്പോൾ പെർ ഇയർ അയാൾക്ക് 2.5 lakhsന് മേലെ ഇൻകം ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് SSC എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഡീംഡ് SSC എന്ന് പറയുന്ന എ പേഴ്സൺ ഹു ഈസ് ബൗണ്ട് ടു പേ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓഫ് അനദർ പേഴ്സൺ. വേറൊരാൾ ഇൻകത്തിന് മേലെ ഒരാൾ ടാക്സ് എടുക്കുകയാണെങ്കിൽ അയാൾ ഡീംഡ് SSC എന്ന് പറയാം. എന്നുവെച്ചാൽ അയാളുടെ ഇൻകത്തിന് മേലെ എടുക്കുമ്പോൾ അയാൾ SSC ആണ്, വേറൊരാൾ ഇൻകത്തിന് മേലെ എടുക്കുമ്പോൾ അയാൾ ഡീംഡ് SSC ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു മൈനർ ചൈൽഡ് ഉണ്ടെങ്കിൽ മൈനർ ചൈൽഡിന് ഇൻകം ഉണ്ട്. അപ്പോൾ ഇൻകം ഉണ്ടെങ്കിൽ അതിന് മേലെ ടാക്സ് അടക്കേണ്ടത് പാരൻറ്റ് ഹാവിങ് ഗ്രേറ്റർ ഇൻകം. ആ കുട്ടിയുടെ പാരൻറ്റിൽ ആർക്കാണ് കൂടുതൽ ഇൻകം ഉള്ളത് അയാളാണ് അതിൻ്റെ മേലെ ടാക്സ് അടക്കേണ്ടത്. എല്ലാ ഇൻകത്തിന് മേലെ ടാക്സ് അടക്കേണ്ടത്. അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. ഇതാണ് ഡീംഡ് SSC എന്ന് പറയുന്നത്. ഇനി SSC ഇൻ ഡിഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
If an SSC fails to pay the whole or part of tax or interest, ഇപ്പോൾ ഒരാൾ ടാക്സ് അടക്കാനുള്ള ആൾ ടാക്സ് അടച്ചില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കാനുള്ള ആൾ ഇൻട്രസ്റ്റ് അടച്ചില്ല, അത് ഫുള്ളല്ല, ഒരു പാർട്ട് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാലും അയാളെ നമ്മൾ അസസ് ഇൻ ഡിഫോൾട്ട് എന്ന് പറയും. നെക്സ്റ്റ് അസസ്മെന്റ് ഇയർ. ഇറ്റ് ഈസ് എ പീരിയഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് മാർച്ച് 31 വരെ, 12 months എന്ന് പറയുമ്പോൾ മാർച്ച് 31 വരെ വരുന്ന ഒരു പീരിയഡിനാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിരിക്കുന്ന അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ 22-23 ആണ് അസസ്മെന്റ് ഇയർ ആയിട്ട് വരാം. നെക്സ്റ്റ് ഒരു ടേം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഇയറിന് തൊട്ട് മുന്നത്തെ 12 months, അതിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇപ്പം അസസ്മെന്റ് ഇയർ 22-23 ആണെങ്കിൽ ഇപ്പം പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 21-23 ആയിരിക്കും. ഇപ്പോൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനാണ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 heads ഓഫ് ഇൻകം പഠിച്ചില്ലേ, അതിൻ്റെ ടോട്ടലിനാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആഫ്റ്റർ ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A. ഇപ്പോൾ ചാപ്റ്റർ 6A നമ്മൾ കുറച്ച് ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് മൈനസ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ചാപ്റ്റർ 6A പറഞ്ഞിട്ടുണ്ട്. അതിൽ സെക്ഷൻ 80C മുതൽ 80U വരെയാണ് ഈ ഡിഡക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിഡക്ഷൻ മൈനസ് ചെയ്തതിന് ശേഷം വരുന്ന ഇൻകത്തിനാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ് ആണ് ടോട്ടൽ ഇൻകം. ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞതിലൊക്കെ പേഴ്സൺ എന്നുള്ള ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്തു അല്ലേ. SSC എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു ഇസ് ബൗണ്ട് ടു പേ ടാക്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻകം ടാക്സിൽ അത് നോക്കാം. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ആവാം. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീങ്, മെയിൽ, ഫീമെയിൽ, മൈനർ, ഇതൊക്കെ ഇൻഡിവിജ്വൽ എന്നുള്ള കാറ്റഗറിയിൽ വരും. നമ്മളൊക്കെ ഇൻഡിവിജ്വൽ ആണല്ലേ. ഇനി HUF നമുക്കറിയാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതിനെയും നമ്മൾ ഇതിൽ പേഴ്സൺ എന്നുള്ള ടേമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമ്പനി. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കമ്പനി പല ടൈപ്പ് ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ കമ്പനി ആണ്. ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഫേംസ്, അതേപോലെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഇതൊക്കെ ഫേമിൽ വരും. നെക്സ്റ്റ് AOP ഓർ BOI. AOP or BOI എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരിൽ നിന്ന് ജോയിന്റ് വെഞ്ചർ പോലെ വർക്ക് ചെയ്യുന്നതിനാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ എയിം പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കില്ല. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, അവർ ഒരു അസറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയോ ഇൻകം ഷെയർ ചെയ്യാൻ വേണ്ടിയോ ജോയിൻ ടുഗെദർ ആയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ഒരു പ്രോപ്പർട്ടി, അയാൾ മരിച്ചുപോയി, അപ്പോൾ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ പറയണം എൻ്റെ ആണെന്ന് പറഞ്ഞ് വരുവാണ്. അപ്പോൾ അത് കോടതി ഡിസൈഡ് ചെയ്യണം അല്ലേ ആർക്കാണെന്ന്. അപ്പോൾ ആ ഡിസൈഡ് ചെയ്യുന്നത് വരെ ഈ ഗ്രൂപ്പിനെ നമ്മൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് അതിൻ്റെ മേലുള്ള ഇൻകത്തിന് ടാക്സ് വാങ്ങിപ്പിക്കും. ഇതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. നെക്സ്റ്റ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ കമ്മിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോക്കൽ അതോറിറ്റി ആണ്. ഇനി യൂണിവേഴ്സിറ്റി പോലെയുള്ള എവറി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന അതിൽ യൂണിവേഴ്സിറ്റി, പിന്നെ ഹിന്ദു ഡയറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇത്രയാണ് നമ്മൾ പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു കാര്യം പഠിക്കാനുള്ള ആക്സിലറേറ്റഡ് അസസ്മെന്റ് ആണ്. എന്നുവെച്ചാൽ നോർമലി നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്റെ മേലെ കറണ്ട് ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നു. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് മേലെ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ട സിറ്റുവേഷനാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. അപ്പോൾ ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് വരുന്നത് നോക്കാം. ഒന്നാമത്തെ, ഇൻകം ഓഫ് എ നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ആണ്. അതൊരു നോൺ റെസിഡന്റിന്റെ ആണെങ്കിൽ അത് ആ ഇയറിൽ തന്നെ, ഏത് ഇയറിലാണോ ഇൻകം ഉണ്ടായിരിക്കുന്നത് ആ ഇയറിൽ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ്, ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിങ് ഇന്ത്യ. ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസറിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ട് അയാൾ പോയിട്ട് തിരിച്ചു വരില്ലെന്ന് ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഇൻകത്തിൽ നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി അയാൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നു തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് ആ ഇയറിൽ തന്നെ ടാക്സ് വാങ്ങിപ്പിക്കാം. നെക്സ്റ്റ്, ഇൻകം ഓഫ് AOP ഓർ BOI ഓർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇപ്പോൾ ഇവരുടെ ഒക്കെ സെയിം ഇയറിൽ വാങ്ങിക്കാം. ബിക്കോസ് ഇവരൊക്കെ എപ്പോൾ വേണമെങ്കിൽ ഡിസോൾവ് ആയി പോവാം അല്ലേ. അസോസിയേഷൻ ഓഫ് പേഴ്സൺ രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഒന്നും അല്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ അവർ ഡിസോൾവ് ആയി പോവാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും സെയിം ഇയറിൽ തന്നെ ടാക്സ് വാങ്ങിക്കാം.
നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ഇനി ഇതും അസസിങ് ഓഫീസറിൻ്റെ അസംഷനാണ്. അസസിങ് ഓഫീസറിന് തോന്നുവാണ് ഒരാളൊരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അപ്പോൾ അത് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് തോന്നുവാണെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അയാളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ടാക്സ് അയാൾക്ക് വാങ്ങിപ്പിക്കാം. നെക്സ്റ്റ് ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് ബിസിനസ്സോ പ്രൊഫഷനോ, ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് വെച്ചാൽ ക്ലോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനും നമ്മൾ നെക്സ്റ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യാതെ ക്ലോസ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് അതിൻ്റെ മേലെ ടാക്സ് കളക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇൻകം ടാക്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ടാക്സ് എന്താണ്, പല ടൈപ്പ് ഓഫ് ടാക്സ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ് അത് പഠിച്ചു. ഇൻകം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഹെഡ്സ് ഓഫ് ഇൻകം പഠിച്ചു. പിന്നെ ഇൻകം ടാക്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് പഠിച്ചിട്ടുണ്ട്, SSC, ഡീംഡ് SSC എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടേംസ് പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.